ആടിനെ പട്ടിയാക്കുന്നു, പട്ടിയെ പേപ്പട്ടിയാക്കുന്നു, എന്നിട്ട് എല്ലാവരും കൂടി അടിച്ചു കൊല്ലുന്നു. ഇതാണ് ഗ്യാങ് സ്റ്റോക്കിങ്ങിന്റെ ആത്യന്തികമായ ലക്ഷ്യം. ഇതിന്റെ ആദ്യ സ്റ്റെപ്പായി ഇവർ ചെയ്യുന്നത് വിക്ടിമിനെ പറ്റി നല്ലൊരു സ്റ്റഡി നടത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാളെ പറ്റി പഠിക്കുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നല്ല. അയാളുടെ ഫോൺ ഹാക്ക് ചെയ്താൽ തന്നെ അയാളെ പറ്റിയുള്ള ഒരു 85% കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണമായി, അയാൾ ഇഷ്ടപ്പെടുന്ന ഫുഡ്, വസ്ത്രങ്ങൾ, സാധനങ്ങൾ, അയാൾ ഒരു ഷോപ്പഹോളിക് ആയിട്ടുള്ള പേഴ്സൺ ആണോ, അയാൾ മ്യൂസിക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണോ, അയാൾ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണോ, അങ്ങനെയാണെങ്കിൽ ഏത് തരം സിനിമകളോടാണ് അയാൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത്, യൂട്യൂബ് പോലുള്ള സോഷ്യൽ മീഡിയ ആപ്പുകളിൽ അയാൾ ഏറ്റവും കൂടുതൽ കാണുന്നത് എത്തരത്തിലുള്ള വീഡിയോസ് ആണ്, അയാൾ ഒരു മൊബൈൽ അഡിക്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണോ, അയാൾ ഏകദേശം ഒരു ദിവസം എത്ര നേരം മൊബൈലിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്തിനധികം പറയുന്നു, ഒരാളുടെ മൊബൈൽ ഹാക്ക് ചെയ്യുന്നതിലൂടെ ആ വിക്ടിം ഏകദേശം എത്ര നേരം ഉറങ്ങുന്നു എന്ന് പോലും മനസ്സിലാക്കാനായിട്ട് ഈ ഹാക്കർക്ക് സാധിക്കും. കിടക്കുന്നതിന് മുമ്പ് നമ്മൾ സെറ്റ് ചെയ്യുന്ന അലാമിന്റെ ഡീറ്റെയിൽസ് മാത്രം അതിന് കിട്ടിയാൽ മതി. ഇതിലുപരിയായി നമ്മൾ ഇപ്പോൾ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ ബസ്, ട്രെയിൻ, ഫ്ലൈറ്റ് എല്ലാത്തിന്റെയും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലൂടെ ആയിരിക്കും. അതിലൂടെ നമ്മൾ എവിടേക്കൊക്കെ യാത്ര ചെയ്യുന്ന ഒരാളാണ് എന്ന് ഈസിയായി മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നത്തെ കാലത്ത് പണമിടപാടുകളെല്ലാം മൊബൈൽ ഫോണുകൾ വഴി ആയതുകൊണ്ട് തന്നെ ഒരാളുടെ കൃത്യമായ ബാങ്ക് ബാലൻസും അയാൾ തന്റെ പണം എങ്ങനെയൊക്കെ വിനിയോഗിക്കുന്നു എന്നും മനസ്സിലാക്കുക ഹാക്കിങ്ങിലൂടെ എളുപ്പമാണ്. ഇതിലുപരിയായി ഈ വിക്ടിമിന്റെ സപ്പോർട്ടീവ് സിസ്റ്റത്തെ പറ്റി നല്ലൊരു സ്റ്റഡി നടത്തുക എന്നുള്ള ഉദ്ദേശവും ഈ ഹാക്കിങ്ങിനുണ്ട്. അതായത് ഈ വിക്ടിമിന് ഭാവിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഈ ഹാക്കർ മുഖേന ഉണ്ടാവുകയാണ് എങ്കിൽ ഈ വിക്ടിം ഏറ്റവും ആദ്യം സഹായം ചോദിച്ചു ചെല്ലാൻ സാധ്യതയുള്ള ആളുകൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഈ വിക്ടിമിന് വേണ്ടി ഏത് സാഹചര്യത്തിലും കൂടെ നിൽക്കാൻ സാധ്യതയുള്ള ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, നെയ്ബേഴ്സ് ഇവരൊക്കെ ആരൊക്കെയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഈ സോഷ്യൽ മീഡിയ ഹാക്കിംഗ് വഴി സാധിക്കും. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, വിക്ടിമിന്റെ സോഷ്യൽ മീഡിയ ചാറ്റുകളും ഫോൺ കോൾസും ഹാക്ക് ചെയ്യുക വഴി വിക്ടിമിന്റെ ഓരോരുത്തരുമായുള്ള ബന്ധത്തിന്റെ തീവ്രത മനസ്സിലാക്കുക എന്നുള്ളത് എളുപ്പമായിരിക്കും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു സത്യമുണ്ട്. ഫോൺ ഹാക്കിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങളുടെ ഫോൺ കോൾസോ SMS-കളോ വാട്സപ്പ് മെസ്സേജുകളോ ലൊക്കേഷനോ കോണ്ടാക്റ്റോ ഹാക്ക് ചെയ്തെടുക്കുന്നത് മാത്രമല്ല, മറിച്ച് ഇപ്പോഴത്തെ ഹാക്കർമാർക്ക് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിനെ ഒരു വോയിസ് റെക്കോർഡറായും വീഡിയോ റെക്കോർഡറായും ഉപയോഗിക്കാൻ സാധിക്കും. അതായത് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനെ ഫോണിലൂടെ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല ഹാക്കറുടെ ചെവികളിൽ എത്താൻ പോകുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഫോൺ സമീപത്ത് വെച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടുകാരോടോ കൂട്ടുകാരോടോ പറയുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് ഹാക്കറിലേക്ക് എത്തിക്കുന്ന ഒരു വോയിസ് റെക്കോർഡറായി നിങ്ങളുടെ ഫോൺ പ്രവർത്തിക്കും. വോയിസ് റെക്കോർഡിംഗ് മാത്രമല്ല, നിങ്ങൾ ഉപയോഗിക്കാത്ത സമയത്തും ഒരു വീഡിയോ റെക്കോർഡറെ പോലെ നിങ്ങളുടെ ഓരോ ചലനങ്ങളും ക്യാപ്ചർ ചെയ്ത് ഹാക്കറിന് എത്തിക്കാനും ഒരു ഹാക്ഡ് ഫോണിന് സാധിക്കും. ഇതുകൂടാതെ ഫോൺ ഹാക്കിംഗ് വഴി മനസ്സിലാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനായി വിക്ടിമിന്റെ ചുറ്റുമുള്ളവരെ ആയിരിക്കും ഇവർ ഉപയോഗിക്കുക. അതിനുവേണ്ടി വിക്ടിമിന്റെ സപ്പോർട്ടീവ് സിസ്റ്റത്തിലുള്ളവരെ, അതിപ്പോൾ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, നെയ്ബേഴ്സ് എന്നിവരുമായി ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാനായി ഇത്തരക്കാർ ട്രൈ ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടത്, ഞാൻ ഈ പറയുന്നത് ഗ്യാങ് സ്റ്റോക്കിങ്ങിനെ പറ്റിയാണ്. അതായത് ഒരേ ഒരാൾ വിചാരിച്ചാൽ മാത്രം ഇത്തരത്തിലുള്ളൊരു സംഭവം പ്രാവർത്തികമാക്കുക എന്നുള്ളത് സാധ്യമല്ല. അതിന് ഒരുപാട് പേരെ കണ്ണികളാക്കിക്കൊണ്ട് ഒരു മനുഷ്യ ശൃംഖല ഫോം ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ആദ്യഘട്ടത്തിൽ ഈ മനുഷ്യ ശൃംഖലയിലെ കണ്ണികളാവുക വിക്ടിമിനോട് ദേഷ്യമുള്ളവരും വൈരാഗ്യമുള്ളവരും അസൂയയുള്ളവരും ഒക്കെയായിരിക്കും. പതിയെ പതിയെ വിക്ടിമിന്റെ സപ്പോർട്ടീവ് സിസ്റ്റത്തിൽ ഉൾപ്പെട്ട ഫാമിലി മെമ്പേഴ്സിനെയും ഫ്രണ്ട്സിനെയും വിക്ടിമിനെ പറ്റിയിട്ടുള്ള ഗോസിപ്പുകൾ പറഞ്ഞും അപവാദങ്ങൾ പ്രചരിപ്പിച്ചും ഈ ചങ്ങലയിലെ കണ്ണികളാക്കി മാറ്റുന്നു. ഈ ഗ്യാങ് സ്റ്റോക്കിംഗ് ചെയ്യുന്നവർ ഇത്തരത്തിൽ വിക്ടിമിന്റെ സപ്പോർട്ടീവ് സിസ്റ്റത്തെ തങ്ങളുടെ വരുതിയിലാക്കാൻ ട്രൈ ചെയ്യുന്നത് എന്തിനാണ്?
ശരിക്കും പറയുകയാണെങ്കിൽ അതിന് 3 ലക്ഷ്യങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവർക്ക്, അതായത് ഈ ഗ്യാങ് സ്റ്റോക്കേഴ്സിന് പൂർണ്ണമായ ബോധ്യമുണ്ട് ഇവർ ഭാവിയിൽ ചെയ്യാൻ പോകുന്ന പ്രവൃത്തികൾ ഈ വിക്ടിമിന് ശാരീരികവും മാനസികവുമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്ന്. അത്തരമൊരു സാഹചര്യത്തിൽ ഏതൊരു വിക്ടിമും തങ്ങളുടെ സപ്പോർട്ടീവ് സിസ്റ്റത്തിലുള്ള, അതിപ്പോൾ ഫ്രണ്ട്സ് ആവാം, ഫാമിലി മെമ്പേഴ്സ് ആവാം, അവരുടെ സഹായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ തന്നെ, അതായത് ഇങ്ങനെ വിക്ടിം ഇവരുടെയൊക്കെ മുന്നിൽ സഹായത്തിനായി അഭ്യർത്ഥിച്ചാൽ തന്നെ ഇവരാരും തന്നെ വിക്ടിമിനെ സഹായിക്കാനായി മുന്നോട്ട് വരരുത് എന്നുള്ള ഒരു ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുന്നേ. ഇതിലുപരിയായി ഫോൺ ഹാക്കിംഗ് വഴി മനസ്സിലാക്കാൻ പറ്റാത്ത വിക്ടിമിന്റെ ചില കാര്യങ്ങൾ, അതിപ്പോൾ വിക്ടിമിന്റെ സ്ട്രെങ്ത്തുകളാവാം, അതുമല്ലെങ്കിൽ വീക്ക്നെസ്സുകളാവാം. ഉദാഹരണമായി ചില വ്യക്തികൾക്ക് ചില ഫോബിയകൾ ഉണ്ടായിരിക്കും. ചിലർക്ക് ഹൈറ്റിനെ പേടി, ഇരുട്ടിനെ പേടി, ഒറ്റയ്ക്കൊരു റൂമിൽ ഇരിക്കാൻ പേടി, പെറ്റ്സുകളെ പേടി, ചില മൃഗങ്ങളെയും ജീവികളെയും പേടി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ഈ സപ്പോർട്ടീവ് സിസ്റ്റത്തെ തങ്ങളുടെ വരുതിയിലാക്കുക വഴി ഈ സ്റ്റോക്കേഴ്സിന് സാധിക്കും. പിന്നീട് ഇങ്ങനെ വിക്ടിമിന്റെ സപ്പോർട്ടീവ് സിസ്റ്റത്തിൽ നിന്ന് തങ്ങളുടെ വരുതിയിലാക്കിയവരെ ഉപയോഗിച്ച് തന്നെ വിക്ടിമിനെ ഹരാസ് ചെയ്യാനും ടീസ് ചെയ്യാനും ഉപയോഗിക്കുന്നു. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇത്തരത്തിലുള്ള ഒരു നൊട്ടോറിയസ് ഗ്യാങ് എത്ര ശ്രമിച്ചാലും വിക്ടിമിൽ നിന്ന് വേർപെടുത്തിയെടുക്കാൻ പറ്റാത്തവരും ഈ സപ്പോർട്ടീവ് സിസ്റ്റത്തിൽ ഉണ്ടാകും. ഇതിലുപരിയായി വിക്ടിമിന് ടോട്ടൽ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആളുകളെ കൊണ്ടും വിക്ടിമിനെ ഹരാസ് ചെയ്യിപ്പിക്കാറുണ്ട്. അങ്ങനെ ഹാക്കിങ്ങിലൂടെയും വിക്ടിമിന്റെ ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിക്ടിമിന്റെ ഇൻസെക്യൂരിറ്റീസിനെ പറ്റിയും വീക്ക്നെസ്സുകളെ പറ്റിയും ട്രിഗർ പോയിന്റ്സുകളെ പറ്റിയും കൃത്യമായ ധാരണ ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ ഗ്യാങ് സ്റ്റോക്കിങ്ങിന്റെ ആദ്യഘട്ടം അവസാനിക്കുന്നു.